തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ ശക്തമായ കൈക്കീഴിൽ താണിരിപ്പീൻ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. 1 പത്രോസ് 5 അധ്യായം 6 വാക്യം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഉയരുവാൻ തള്ളിക്കയറുക, മറ്റുള്ളവരെ മറികടക്കുക, സ്വയം ഉയർത്തുക എന്നൊക്കെയാണ്. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് അതിന് വിപരീതമായാണ്. ദൈവത്തിൻ്റെ ശക്തമായ കൈക്കീഴിൽ താണിരിപ്പീൻ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. ഇത് ക്രിസ്തീയ ആത്മീയതയുടെ അടിസ്ഥാനം തന്നെയാണ്, താഴ്മ അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി. ഒന്നാമതായി, താണിരിക്കുക ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ അടയാളമാണ്. താണിരിപ്പ് ഒരു മനുഷ്യന്റെ ദൗർബല്യമല്ല, അത് ദൈവത്തിൻ്റെ ശക്തിയെ അംഗീകരിക്കുന്ന ആത്മീയ ബലമാണ്. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. യാക്കോബ് ശ്ലീഹ 4:6. സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ഹ്യൂമിലിറ്റി ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് ഓൾ വെർച്യൂ. വിത്തൗട്ട് ഇറ്റ് നോ സ്പിരിച്വൽ ബിൽഡിംഗ് ക്യാൻ സ്റ്റാൻഡ്. താഴ്മയാണ് എല്ലാ ആത്മീയ ഗുണങ്ങളുടെയും അടിസ്ഥാനം. അതില്ലാതെ ഒരു ആത്മീയ കെട്ടിടവും നിലനിൽക്കുകയില്ല. 2, ദൈവത്തിൻ്റെ കൈ ശിക്ഷയ്ക്കല്ല, സംരക്ഷണത്തിനാണ്. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുമ്പോൾ അത് രക്ഷയുടെ കൈ, മാർഗനിർദ്ദേശത്തിൻ്റെ കൈ. അത് ശിക്ഷയുടെ കൈയല്ല, വിശുദ്ധീകരണത്തിൻ്റെ കൈയാണ്. എസെക്കിയേൽ പ്രവാചന പുസ്തകം 1:3 പറയുന്നു, കർത്താവിൻ്റെ കൈ എനിക്ക് മേലുണ്ടായിരുന്നു. സെന്റ് ബേസിൽ ദി ഗ്രേറ്റ് ഇപ്രകാരം പറയുന്നു, when God humbles us, he is preparing us for greater glory. ദൈവം നമ്മെ താഴ്ത്തുമ്പോൾ അതൊരു വലിയ മഹത്വത്തിനുള്ള ഒരുക്കമാണ്. 3, ക്രിസ്തു പരമമായ താണിരിപ്പിൻ്റെ മാതൃകയാണ്. യേശു ക്രിസ്തു തന്നെ താണിരിപ്പിൻ്റെ ജീവിക്കുന്ന മാതൃകയാണ്. അവൻ ദൈവരൂപത്തിലായിരുന്നുവെങ്കിലും ദാസരൂപം സ്വീകരിച്ചു എന്ന് ഫിലിപ്പ്യ ലേഖനം 2 അധ്യായം 6-7 വാക്യങ്ങളിൽ പറയുന്നു. ക്രൂശിലൂടെയാണ് ഉയർപ്പിലേക്കുള്ള വഴി തുറക്കുന്നത്. സെന്റ് അത്താനാസിയോസ് പ്രകാരം പറയുന്നു, ദി സൺ ഓഫ് ഗോഡ് ഹംബിൾഡ് ഹിംസെൽഫ് സോ ദാറ്റ് ഹ്യൂമാനിറ്റി മൈറ്റ് ബി റേസ്ഡ്. മനുഷ്യനെ ഉയർത്തുവാൻ ദൈവപുത്രൻ തന്നെ തന്നെ താഴ്ത്തി. 4, സമയത്ത് ഉയർത്തുന്ന ദൈവത്തിൻ്റെ ഉയർത്തൽ നമ്മുടെ സമയക്രമത്തിലല്ല, അവൻ്റെ സമയക്രമത്തിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. സഭാപ്രസംഗി 3:1 വായിക്കുന്നുവല്ലോ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സഭാപിതാവായ സെന്റ് ഐസക് ഓഫ് നിനവേ പറയുന്നു, those who choose the lowest place are the ones whom God crowns. താഴ്ന്ന സ്ഥാനത്തെ തിരഞ്ഞെടുക്കുന്നവരാണ് ദൈവം കിരീടധാരികളായി മാറ്റുന്നത്. 5, ഇന്നത്തെ ജീവിതത്തിൽ താണിരിപ്പ് ആവശ്യമാണ്. കുടുംബജീവിതത്തിൽ, ശുശ്രൂഷയിൽ, ജോലിസ്ഥലങ്ങളിൽ, സഭാജീവിതത്തിൽ, സാമൂഹിക ഇടപെടലിൽ എല്ലാവരോടും താഴ്മയോട് പെരുമാറുവിൻ എന്ന് 1 പത്രോസ് 5:5 നാം വായിക്കുന്നുണ്ട്. സെന്റ് എഫ്രൈം ദി സിറിയൻ എന്ന സഭാപിതാവ് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു, ഹ്യൂമിലിറ്റി ഈസ് ദി റോബ് ഓഫ് ക്രൈസ്റ്റ്. Whoever wears it resembles him. താഴ്മ ക്രിസ്തുവിൻ്റെ വസ്ത്രമാണ്. അത് ധരിക്കുന്നവൻ ക്രിസ്തുവിനോട് സാദൃശ്യം പ്രാപിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മെ നാം ഉയർത്തേണ്ട, ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരിക്കുക. ക്രൂശിൻ്റെ വഴി കടന്നവനാണ് കിരീടം ധരിക്കുന്നത്. സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നുണ്ട്, it was pride that changed angels into devils. It is humility that makes men angels. അഹങ്കാരമാണ് ദൂതന്മാരെ പിശാചുക്കളാക്കിയത്, എങ്കിൽ താഴ്മയാണ് മനുഷ്യരെ ദൂതന്മാരാക്കുന്നത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.